ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ അങ്ങനെ നമ്മുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കിലൊക്കെ ആയതുകൊണ്ട്. ഞാൻ നോട്ടീസ് ചെയ്ത സംഭവമുണ്ട്. ദേവദൂത റീ റിലീസ് ഇറങ്ങിയപ്പോൾ ആസിഫ് അലിന്റെ ലെവൽ ക്രോസ് അതിന്റെ ഒപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ നമ്മുടെ ചോട്ടാ മുംബൈ റീ റിലീസ് വന്നപ്പോഴത്തേക്കും ആഭ്യന്തര കുറ്റവാളി എന്താണ് ലാലേട്ടന്റെ റീ റിലീസിന്റെ ഒപ്പം ഒരു ആസിഫ് അലിന്റെ പുതിയൊരു പടം മസ്റ്റാ. അപ്പോൾ തുടക്കം തന്നെ പടം കണ്ടിട്ട് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ വളരെ ഡീസെന്റ് ആയിട്ടുള്ള, അത്യാവശ്യം ഫീൽ ഗുഡ് എലമെന്റ്സ് ഒക്കെ ഉള്ള, നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഭയങ്കര ഡീസെന്റ് ആയിട്ടുള്ള ഒരു സിനിമ. അത്ര അടിപൊളി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള, എനിക്കൊന്ന് പുള്ളി ഉള്ളതുകൊണ്ടായിരിക്കാം, വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ അലമ്പായനെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റാതായനെ, പുള്ളി ആയതുകൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു പടം ഒന്ന് കണ്ട് പൊഴിപ്പിക്കാൻ പറ്റുന്നത് തോന്നും. കാരണം ആസിഫ് അലി ആൻഡ് ഹിസ് ഐസ് തീയാണ്, ഒന്നും പറയാനില്ല. പുള്ളിയുടെ കയ്യിൽ ഏത് കൈൻഡ് ഓഫ് റോള് കിട്ടിയാലും സെക്യൂർഡാണ്. അത് പുള്ളി ഓരോ പടം കഴിയുമ്പോഴും നമ്മളെ അത് തെളിയിച്ച് നമ്മളെ മനസ്സിലാക്കിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അഭിനയിച്ചിരിക്കുന്നവർ നമ്മുടെ അസീസ് നെടുമങ്ങാട്, ആനന്ദ് മന്മഥൻ, മറ്റേ പുള്ളിക്കാരന്റെ പേരെന്താ, എഴുത്തുകാരൻ ബാലേന്ദ്രൻ ചുള്ളിക്കാടാണെന്ന് തോന്നുന്നു. പിന്നെ ശ്രേയ രുക്മിണി എന്ന് പറയുമ്പോഴത്തേക്കും പവി കെയർടേക്കറിൽ ദിലീപേട്ടനൊപ്പം അഭിനയിച്ച ആളാണ്. എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തിന്റെ കസിനാണ് പുള്ളിക്കാരി. പിന്നെ ഒരു പുതിയൊരു നടിയുണ്ട് കേട്ടോ. അയ്യോ, അതിന്റെ അഭിനയവും കാര്യങ്ങളൊന്നും അൺസൈക്കബിൾ ആയിരുന്നല്ലേ, പറയാതിരിക്കാൻ വയ്യ. അത് പുതുമുഖമാണെന്ന് അതിന്റെ അഭിനയം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പേര് തുളസി ഹരിദാസ്. അത് ഇതിനു മുമ്പ് ഞാൻ പടത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുമാതിരി നമ്മുടെ ഹാപ്പി വെഡിങ്ങിലെ മെയിൻ നടിയിലടേ അതിനെ പോലെ ഏറെക്കുറെ അതിനെ പോലെയൊക്കെ കാണാനിരിക്കും എന്ന് തോന്നുന്നു. ബട്ട് അതൊക്കെ അതാരായിരുന്നു? അത് നമ്മുടെ മറ്റേ പുള്ളിക്കാരില്ലേ, അയ്യോ ഞാൻ പേര് പറഞ്ഞു, തുളസി ഹരിദാസ് എന്നാണ് പേര്. എനിക്ക് പുള്ളിക്കാരിന്റെ ആ ഒരു ക്യാരക്ടറും അതേ സംഭവം അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ചുരുക്കി അവന്റെ പ്ലോട്ട് എന്ന് ചുരുക്കി പറയാനാണെങ്കിൽ, പിന്നെ ഇതിൽ ഹരിശ്രീ അശോകൻ ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ ആസ് എ ലോയർ, പിന്നെ സിദ്ധാർത്ഥ് വരുന്നത്, അവർ മൂന്നുപേരും കിട്ടില്ല. കുറച്ച് റോളേ ഉള്ളൂ, പക്ഷെ അവര് മൂന്നുപേരും അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മള് മറ്റേ നേരിൽ സിദ്ധിക്കാനേ കാണില്ല, അത്ര ഒന്നുമല്ല. എന്നാലും ആ ഒരു കൈൻഡ് ഓഫ് മറ്റേ അടിച്ച് തൊള്ളയെ കൊടുത്ത് വായി അടപ്പിക്കുന്ന ഒരു ലോയറാണ് പുള്ളിക്കാരൻ. അങ്ങനത്തെ ഒരു അഭിഭാഷകന്റെ റോളാണ് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളി അടിപൊളിയായിരുന്നു. ആ സിദ്ധാർത്ഥ് വരുന്നതിന്റെ ചെറിയൊരു സാധനം കിടിലൻ, ഹരിശ്രീ അശോകൻ ചേട്ടന്റെ ചെറിയൊരു സാധനം, അതൊക്കെ ഭയങ്കര നമുക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ മൂവി കഥയിലോട്ടുള്ള തുടക്കമൊക്കെയാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഒരു പഴയകാല സിനിമയൊക്കെ കാണുന്ന ഒരു വൈബ് അടിച്ച്. മുമ്പെടുത്തോണ്ടാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ടത്തെ ഒരു 14-15 കാലഘട്ടങ്ങളിലൊക്കെ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. വാളിയപ്പുറം എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഉടൽ നീളം അതാണ് ഫീൽ ചെയ്തത്. അതാണ് എനിക്ക് ഒട്ടും പണം വർക്കായില്ല. ഞാനത് പറഞ്ഞിരിക്കുക, അതിനുള്ള തെറി കിട്ടി. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ് ഫസ്റ്റ് ഹാഫ് പോയത്. ഇന്റർവെൽ കഴിഞ്ഞു, സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കും കഥയ്ക്ക് കുറച്ച് ജീവൻ വെച്ചതുപോലെയായിരുന്നു. നമുക്ക് പിന്നെ ഒരു കോർട്ട് റൂം സീനുണ്ട്. കോർട്ട് റൂം ഡ്രാമ എന്ന് ഞാൻ പറയില്ല, ബട്ട് ഒരു കോർട്ട് റൂം സീൻ ഉണ്ട് ആസിഫ് അലിന്റെ. ഒരു കിട്ടില്ല സീനുണ്ട് അവരെ. അത് ആരും കൈയടിച്ചില്ല, പക്ഷെ ഞാൻ കൈയടിച്ച് നല്ല കൂവലും വെള്ളമൊക്കെ ആയിരുന്നു. ഓ എന്ന് പറഞ്ഞ് കൈയടിച്ച് എനിക്കത് ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നീട് പറയാനുള്ളതാണെങ്കിൽ എന്താ പറയാ, മ്യൂസിക് ഒക്കെ ചെയ്തിരിക്കുന്നത് ബിജിബാലും നമ്മുടെ രാഹുൽ രാജുമാണ്. രാഹുൽ രാജിന്റെ കാര്യം ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയതാണ്. ചോട്ടാ മുംബൈന്റെ മ്യൂസിക്കിന്റെ കാര്യം, രാഹുൽ രാജിന്റെ കാര്യം ഞാൻ എടുത്ത് പറയാൻ വിട്ടുപോയതാണ്. കിഡിലുമായിരുന്നു. പുള്ളിയുടെ ഫസ്റ്റ് വർക്കായിരുന്നു ചോട്ടാ മുംബൈ. ഇതിൽ പുള്ളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. എഡിറ്റഡ് ബൈ സോബിൻ സോമൻ. 2 മണിക്കൂറുള്ളൂ, കുഴപ്പമില്ലാത്തൊരു എഡിറ്റിംഗ് സംഭവമായിരുന്നു. DOP ബൈ അജയ് ഡേവിഡ് കാച്ചപ്പള്ളി. അതുപോലെ അത്യാവശ്യം പടത്തിന് വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. അസീസിക്ക ആണെങ്കിലും മറ്റേ പൊന്മാനുള്ള നമ്മുടെ മച്ചാരാണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഒരു വൺലൈൻ പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണ എന്താ പറയാ, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഒരു കല്യാണത്തിന് ശേഷം അവർക്ക് നിഷേധിക്കപ്പെടുന്ന കുറെ കാര്യങ്ങൾ, അവരെ എന്താ പറയാ കുറെ രീതിയിൽ അവരെ എന്താണ് ഒരു അവരെ നമ്മള് കുറെ അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അവരുടെ കാര്യങ്ങളെയൊക്കെ നിഷേധിക്കുന്ന പരിപാടി, സ്ത്രീധനം തുടങ്ങിയ സംഭവങ്ങളൊക്കെ കുറിച്ച് നമ്മൾ കുറെ ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന കുറെ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന കുറെ ന്യൂസിനെയൊക്കെ റെഫർ ചെയ്തൊക്കെ വന്നിട്ടുള്ള സിനിമയാണ്.
അതിൽ തന്നെ കുറെ കൈൻഡ് ഓഫ് സ്ത്രീകളെ കാണിക്കുന്നുണ്ട്. അവര് ഭർത്താവിനെ അവഗണിക്കുന്നതും ഭർത്താവിനെ കുറെ ഇട്ട് ആസാക്കുന്നതും അങ്ങനത്തെ കുറെ പ്രവൃത്തിയൊക്കെ വെച്ചിട്ടുള്ള കുറെ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ല രസമായിരുന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു സ്റ്റോറി ബിൽഡിംഗ് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊക്കെ കല്ലടി തോന്നായി എന്നൊക്കെ പറഞ്ഞു പോകും. ബട്ട് നല്ലോണം ചെയ്തിട്ടുണ്ട്. ശ്രേയ രുക്മിണി എന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണെങ്കിലും വാസ് നൈസ്. ആൻഡ് ആസിഫ് ഖാൻ എപ്പോഴത്തെ പോലെ തന്നെ പുള്ളി എനിക്ക് ആ ടിക്കറ്റ് ആക്കാന്ന് പറഞ്ഞ സിനിമ കാണുന്നുണ്ട്. അത് കുറെ നാളായി വെയിറ്റ് ചെയ്യണം. അത് എപ്പോഴാണ് റിലീസ് പോലും അറിഞ്ഞുകൂടാ. ആ സിനിമയ്ക്ക് വേണ്ടി കുറച്ച് വെയിറ്റിംഗ് ആണ്. ഇത് ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. ഞാൻ കാണണമെന്ന് തന്നെ തീരുമാനിച്ച പടമാണ്. അതുകൊണ്ടായിട്ടാണ് പോയി കണ്ടത്. ഇനിയും പകരമില്ല. ആസിഫ് അലി എന്ന് പറഞ്ഞാൽ തിയേറ്റർ ബ്രാൻഡായി മാറി കഴിഞ്ഞിരിക്കുന്നു. ഏത് പടം ഇറങ്ങിയാലും ഇനിയിപ്പോൾ പോയി കാണാന്നുള്ള ഒരു ഉറപ്പായി കഴിഞ്ഞു ആസിഫ് അലിന്റെ കാര്യത്തിൽ. സോ ദാറ്റ്സ് ഓൾ വിത്ത് ആഭ്യന്തര കുറ്റവാളി. നിങ്ങൾ പോയി സിനിമ കണ്ടു നോക്കുക. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എത്രത്തോളം ഓടുന്നു പറഞ്ഞു പോകണേ. OTT കണ്ടാൽ മതി എന്നൊക്കെ വേണമെങ്കിൽ പറയാനേ ഉള്ളൂ സിനിമയെ കുറിച്ച്. ബട്ട് തിയേറ്ററിൽ പോണവർ പോയി കണ്ടു നോക്കുക. ബൈ ബൈ.